Determination of coefficient of permeability. Coefficient of permeability പ്രാക്ടിക്കൽ കേസസിൽ എങ്ങനെയെല്ലാം ഡിറ്റർമൈൻ ചെയ്യാം എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ കെ. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് മെയിൻലി ബൈ 3 മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ലബോറട്ടറി മെത്തേഡ്. ലബോറട്ടറി മെത്തേഡ് മീൻസ് നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ്. നെക്സ്റ്റ് ഫീൽഡ് മെത്തേഡ്സ്. ഫീൽഡിൽ ഡയറക്റ്റ് പോയി അവിടെ നിന്നും ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡ്സ്. അതാണ് പമ്പിംഗ് ഔട്ട് ടെസ്റ്റ് ആൻഡ് പമ്പിംഗ് ഇൻ ടെസ്റ്റ്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ഡയറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആവില്ല. ഇൻഡയറക്റ്റായി കാൽക്കുലേഷൻസിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന വിധം. കമ്പ്യൂട്ടേഷൻ ഫ്രം ഗ്രെയിൻ സൈസ് ഓർ സ്പെസിഫിക് സർഫസ് ഏരിയ എക്സെട്ര. അപ്പോൾ ആസ് പെർ KTU സിലബസ് നമുക്ക് പഠിക്കാനുള്ളത് ലബോറട്ടറി മെത്തേഡ്സ് മാത്രമാണ്. അപ്പോൾ ലബോറട്ടറി മെത്തേഡ്സ് ഏതെല്ലാമാണ്? കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് ആൻഡ് ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, അവിടെ ഹെഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പഠിക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. നെക്സ്റ്റ് ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. അവിടെ ഹെഡ് കോൺസ്റ്റൻ്റ് ആണോ? അല്ല, ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റിനെ വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എന്നും വിളിക്കും. ഇനി കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ദ കേസ് ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ്. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് മീൻസ് വിത്ത് ലാർജ് വോയിഡ്സ് അല്ലേ. ലാർജ് വോയിഡ്സ് ഉള്ള കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്, കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. അതിനെ തന്നെയല്ലേ നമ്മൾ കൊഹീഷൻ ലെസ് സോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ്, അല്ലെങ്കിൽ ലാർജ് വോയിഡ്സ് ഉള്ള സോയിൽ, അല്ലെങ്കിൽ കൊഹീഷൻ ലെസ് സോയിൽ. ഇവയ്ക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റാണ്. അങ്ങനെയെങ്കിൽ ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഫോർ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് വിത്ത് സ്മോൾ വോയിഡ്സ്, അല്ലെങ്കിൽ നമുക്ക് കൊഹിസീവ് സോയിൽ എന്ന് വിളിക്കാം. കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ്. ഇത് ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. ഫോർ എക്സാമ്പിൾ സാൻഡ്. അപ്പോൾ വാട്ടർ ഡിസ്ചാർജ് ത്രൂ ദീസ് ടൈപ്പ് ഓഫ് സോയിൽസ് ആർ വെരി ഹൈ. ഈ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസിലൂടെയുള്ള വാട്ടർ ഡിസ്ചാർജ് വെരി ഹൈ ആയിരിക്കും. എക്സാമ്പിൾ ഓർക്കുക, സാൻഡാണ്. സാധാരണ നമ്മൾ സാൻഡിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റാണ്. ഇനി ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം. പെർമിയമീറ്ററാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നെയിം എന്താണ്? പെർമിയമീറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ മെറ്റാലിക് മൗൾഡ്. ഒരു സിലിണ്ട്രിക്കൽ മെറ്റാലിക് മൗൾഡ് അതിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് 2 മാനോമീറ്റേഴ്സ്. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ദ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് നോൺ ആസ് പെർമിയമീറ്റർ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ മെറ്റാലിക് മൗൾഡ്. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ദിസ് മൗൾഡ് ഈസ് 100 mm. അതുപോലെ തന്നെ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 127.3 mm ആണ്. അതിൻ്റെ കപ്പാസിറ്റി വോളിയം 1000 ml ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി സപ്പോസ് ഇഫ് ദ ഇൻറ്റേർണൽ ഡയമീറ്റർ ഇസ് D. ഇൻറ്റേർണൽ ഡയമീറ്റർ D ആണെങ്കിൽ നമുക്കതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻറ്റേർണൽ ഏരിയ ഈസ് ഈക്വൽ ടു πd² ഡിവൈഡഡ് ബൈ 4 ആണ്. ഈ ഫിഗർ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് നമ്മുടെ സിലിണ്ട്രിക്കൽ മെറ്റാലിക് മൗൾഡ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് 2 മാനോമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ദിസ് മൗൾഡ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് 2 ഫിൽറ്റർ ഡിസ്ക്സ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പിലും ബോട്ടത്തിലും 2 ഫിൽറ്റർ ഡിസ്കുമായിട്ട് നമ്മൾ ഈ മൗൾഡ് കണക്ട് ചെയ്തു. ഈ ഫിൽറ്റർ ഡിസ്കിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ പോറസ് ആൻഡ് ഹൈലി പെർമിബിൾ. പോറസ് ആൻഡ് ഹൈലി പെർമിബിൾ മീൻസ് എന്താണ്? ദ വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ ഇറ്റ് ഈസിലി അല്ലേ. ഇതിലൂടെ വെള്ളത്തിന് ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 2 ഫിൽറ്റർ ഡിസ്ക് നമ്മൾ അറ്റാച്ച് ചെയ്തു സിലിണ്ടറിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും. ആൻഡ് ഓൾസോ പ്രൊവൈഡഡ് വിത്ത് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഫെസിലിറ്റീസ്. എന്തിനായിരിക്കും ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഫെസിലിറ്റീസ്? വാട്ടറിന് ഈ സിലിണ്ടറിലേക്ക് പാസ് ചെയ്യാനായിട്ടൊരു ഇൻലെറ്റ് ഫെസിലിറ്റിയും അതുപോലെ സിലിണ്ടറിൽ നിന്നും പുറത്തേക്ക് ഒഴുകി പോകാനായിട്ടൊരു ഔട്ട്ലെറ്റ് ഫെസിലിറ്റിയും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കണം. നെക്സ്റ്റ് സ്പെസിമെൻ.
ഏത് സ്പെസിമെനാണ് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സോയിലാണ്. കാരണം സോയിലിൻ്റെ പെർമബിലിറ്റിയാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഇനി ഏത് രീതിയിലുള്ള സോയിൽസ് നമുക്കിവിടെ യൂസ് ചെയ്യാം? ടെസ്റ്റ് ക്യാൻ ബി ഡൺ ഫോർ ബോത്ത് ഡിസ്റ്റർബ്ഡ് ആൻഡ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ. ഡിസ്റ്റർബ്ഡ് സോയിൽസും അൺഡിസ്റ്റർബ്ഡ് സോയിൽസും നമുക്കിവിടെ യൂസ് ചെയ്യാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഡിസ്റ്റർബ്ഡ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ ചെന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സോയിൽ എടുത്തു മാറ്റുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ആ സോയിലിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് എന്തായിരുന്നോ അതിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ക്യാരക്ടേഴ്സ് പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എടുക്കുന്ന സോയിൽ അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ ഡെൻസിറ്റി റോ ആയിരുന്നുവെങ്കിൽ എടുത്തതിന് ശേഷം അത് ചേഞ്ച് ചെയ്ത് റോ 1 ആയിട്ടുണ്ടാവും. അപ്പോൾ ഡെൻസിറ്റി ഇവിടെ ചേഞ്ച് ചെയ്തു. ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾ. അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്നും യാതൊരു വ്യത്യാസവും കൂടാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സോയിലിനെയാണ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അൺഡിസ്റ്റർബ്ഡ് സോയിൽ സാമ്പിളിന് അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഡെൻസിറ്റിയിലൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവുന്നില്ല. ഈ 2 ടൈപ്പ് സോയിൽ സാമ്പിൾസും എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിന് വേണ്ടി വിധേയമാക്കേണ്ടത്? ഡിസ്റ്റർബ്ഡ് സോയിൽസ് ആണെങ്കിൽ fill the mold with soil sample and compact to a density which may be same as that in the field condition. നമ്മൾ എടുത്ത സോയിൽ ഡിസ്റ്റർബ്ഡ് ആയി, ആ സോയിൽ നമ്മൾ മൗൾഡിൽ കൊണ്ടുപോയി ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്യും. എപ്പോൾ വരെ കോമ്പാക്റ്റ് ചെയ്യും? ടു എ ഡെൻസിറ്റി വിച്ച് മേ ബി സെയിം ആസ് ദാറ്റ് ഇൻ ദ ഫീൽഡ് കണ്ടീഷൻ. ഫീൽഡ് കണ്ടീഷനിൽ ആ സോയിലിന് എത്രമാത്രം ഡെൻസിറ്റി ഉണ്ടായിരുന്നോ അതേ ഡെൻസിറ്റി അച്ചീവ് ചെയ്യുന്നത് വരെ കോമ്പാക്റ്റ് ചെയ്യും. എന്നിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഫോർ ഡിസ്റ്റർബ്ഡ് സോയിൽ. ഇനി അൺഡിസ്റ്റർബ്ഡ് സോയിൽ ആണെങ്കിലോ, ടേക്ക് ഔട്ട് ദ സോയിൽ സാമ്പിൾ ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് ട്രിം ഇറ്റ് ടു ദ ഡയമെൻഷൻസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ മൗൾഡ്. അതായത് നമ്മൾ ഫീൽഡിൽ നിന്നും സോയിൽ സാമ്പിൾ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മൗൾഡിൻ്റെ സൈസിന് കറക്റ്റായിട്ട് അത് ട്രിം ചെയ്യും. 4 ഭാഗത്തു നിന്നും ട്രിം ചെയ്തതിന് ശേഷം നമ്മൾ മൗൾഡിൽ ഫില്ല് ചെയ്യുന്നു. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഡെൻസിറ്റിയിലോ പ്രോപ്പർട്ടീസിനോ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവാത്ത രീതിയിൽ വേണം ഫില്ല് ചെയ്യാൻ. ഓൾറെഡി സോയിൽ സാമ്പിളിൻ്റെയും ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ കണ്ടു. നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? അതിൻ്റെ പ്രൊസീജിയറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, പ്ലേസ് ദ സാമ്പിൾ ഇൻസൈഡ് ദ മൗൾഡ് ബിറ്റ്വീൻ ദ 2 പോറസ് ഡിസ്ക്സ്. 2 പോറസ് ഡിസ്കിനിടയിലായിട്ട് നമ്മൾ സോയിൽ സാമ്പിൾ ഇവിടെ ഫില്ല് ചെയ്യുന്നു. ഇതാണ് സോയിൽ സാമ്പിൾ. ഈ ഡോട്ടഡ് ബ്ലാക്ക് ഡോട്ടാണെന്ത്? സോയിൽ സാമ്പിൾ. ഓക്കെ, അപ്പോൾ സോയിൽ സാമ്പിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് ഹെഡ് റിസർവോയർ. ഒരു കോൺസ്റ്റൻറ്റ് ഹെഡ് റിസർവോയറുമായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കോൺസ്റ്റൻറ്റ് ഹെഡ് റിസർവോയറിൽ അപ്പോൾ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ആൻഡ് ദ വാട്ടർ ഈസ് റിലീസ്ഡ് ഇൻ ടു ദ സോയിൽ സാമ്പിൾ. അപ്പോൾ ഇതിനകത്തുള്ള വാട്ടർ നമ്മൾ എന്ത് ചെയ്യും? അകത്തേക്ക് റിലീസ് ചെയ്യും. നമുക്കറിയാം ഇവിടെ ഡിസ്ക് ഉണ്ട്, ഫിൽറ്റർ ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്ക് പോറസ് ആണ്, ഹൈലി പെർമിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ക്യാൻ ഈസിലി ഫ്ലോ ത്രൂ ഇറ്റ് ടു ദ സോയിൽ. സോയിലും പെർമിയബിൾ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ സോയിലിനിടയിലൂടെ ഇൻ്റർ കണക്റ്റഡ് വോയിഡ്സിലൂടെ മൂവ് ചെയ്യും, അല്ലേ? താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺസ്റ്റൻറ്റ് ഹെഡ് റിസർവോയറിൽ ഇനീഷ്യലി വാട്ടർ ലെവൽ 1:1 എന്ന് വിചാരിക്കാം ഇനീഷ്യലി. അപ്പോൾ ഇവിടെ എന്തായി? വാട്ടർ സ്റ്റാർട്ട്സ് ടു ഫ്ലോ, അല്ലേ? വാട്ടർ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്യില്ലേ? മേലെ 1:1 ആദ്യം, അത് കുറഞ്ഞ് എവിടെ എത്തും? 2 അല്ലേ? വെൻ വാട്ടർ ഫ്ലോസ് ത്രൂ ദ സോയിൽ, വാട്ടർ ലെവൽ ഇൻ ദ റിസർവോയർ ടെൻ ടു റെഡ്യൂസ് ഫാസ്റ്റ്. പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യും. കാരണം എന്താണ്? ബിക്കോസ് ദ സോയിൽ ഈസ് ഹൈലി പെർമിയബിൾ. സോയിൽ ഹൈലി പെർമിയബിൾ ആയതുകൊണ്ട് വാട്ടർ ഫ്ലോ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ റിസർവോയറിലുള്ള വാട്ടർ ലെവൽ സ്വാഭാവികമായിട്ടും കുറയും. സോ ഹൈ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ഫ്ലോ ത്രൂ ഇറ്റ്. ഇതിലെ ഹൈ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കോൺസ്റ്റൻറ്റ് ഹെഡ് റിസർവോയർ ആണ്. ഇവിടെയുള്ള ഹെഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഈ 1:1 തന്നെ വാട്ടർ ലെവൽ
മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം, എന്നാൽ ഫ്ലോ ഒക്കർ ചെയ്യാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു ടാപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഈ കോൺസ്റ്റൻ്റ് ഹെഡ് റിസർവോയറിലുള്ള വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. വിത്ത് പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ദ വാട്ടർ ലെവൽ ഇൻ ദ റിസർവോയർ മസ്റ്റ് ബി കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിലനിർത്തണം. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിഫോർ ബിഗിനിങ് ദ എക്സ്പെരിമെൻറ്റ് ലെറ്റ് ദ സോയിൽ ടു ഗെറ്റ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതായത് എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ മൗൾഡിലുള്ള സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കണം. അപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് മീൻസ് എന്താണ്? ഈ സോയിലിനകത്തുള്ള എല്ലാ വോയിഡ്സും ഫിൽഡ് വിത്ത് വാട്ടർ ആവണം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരത്തേക്ക് ഈ വാട്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് വിടും. ഇൻലെറ്റിലൂടെ വാട്ടർ ഫ്ലോ ഉണ്ടാവും. ഈ സോയിലിലെ വോയിഡ്സ് മുഴുവനും ഫില്ല് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് ഒഴുകും? ആ വെള്ളം താഴേക്ക് ഒഴുകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഗ്രാജുവേറ്റഡ് ജാർ ഇവിടെ വെക്കുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവും. ഓക്കെ. ആൻഡ് വി അലോ ദ വാട്ടർ ടു ഫ്ലോ ഔട്ട്, പുറത്തേക്ക് ഒഴുകാനായിട്ട് അനുവദിക്കും ഫോർ സം ടൈം, സോ ദാറ്റ് എ സ്റ്റഡി ഫ്ലോ ക്യാൻ ബി അറ്റൈൻഡ്. ഒരു സ്റ്റഡി ഫ്ലോ അറ്റൈൻ ചെയ്യുന്നത് വരെ ഈ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്താണ് സ്റ്റഡി ഫ്ലോ? സ്റ്റഡി ഫ്ലോ എന്ന് വെച്ചാൽ സ്റ്റഡി ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു സോയിൽ മാസ് ഇതാണെന്ന് വിചാരിക്കുക. സോയിൽ മാസ്, ഈ സോയിൽ മാസിലൂടെ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഈ ഒരു സോയിൽ മാസിൽ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, സെക്ഷൻ 1 ആണെങ്കിലും സെക്ഷൻ 2 ആണെങ്കിലും, അവിടെയെല്ലാം ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു സ്റ്റഡി ഫ്ലോ കണ്ടീഷൻ ആണെന്ന്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എനി സെക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ശ്രദ്ധിക്കണം, ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ആ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഫ്ലോ സ്റ്റഡി ഫ്ലോ അറ്റൈൻ ചെയ്തു എന്ന്. അപ്പോൾ ഇതുപോലെ ഈ സോയിൽ മാസിൽ ഏത് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം സെയിം ഡിസ്ചാർജ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് സ്റ്റഡി ഫ്ലോയിലാണെന്ന്. ഓക്കെ. സ്റ്റഡി ഫ്ലോ അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 മാനോമീറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് ടു ദ സിലിണ്ടറിക്കൽ മൗൾഡ്. നോട്ട് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഇൻ മാനോമീറ്റേഴ്സ്. മാനോമീറ്റേഴ്സിലുള്ള വാട്ടർ ഹൈറ്റ് എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നു. അപ്പോൾ മേലെയുള്ള മാനോമീറ്റർ ഇവിടെ H1 ആണ്, അതുപോലെ താഴത്തെ മാനോമീറ്ററിൽ H2 ആണ്. 2 ഹൈറ്റ്സ് ആണ്. എന്താണ് ഈ H വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? H1 ആൻഡ് H2. ദ ഹൈറ്റ് ഓഫ് മാനോമീറ്റർ ഷോസ് ദ ടോട്ടൽ ഹെഡ് അല്ലേ? ടോട്ടൽ ഹെഡാണ് ഇത് കാണിക്കുന്നത്. എവിടെയുള്ള ടോട്ടൽ ഹെഡ് ഓഫ് ദ വാട്ടർ അറ്റ് ദാറ്റ് ലെവൽ. ടോട്ടൽ ഹെഡ് ഓഫ് വാട്ടർ അറ്റ് ദാറ്റ് ലെവൽ. ഈ റെഡ് ലൈൻ കണ്ടില്ലേ? ഈ റെഡ് ലൈനിലുള്ള ടോട്ടൽ ഹെഡാണ് നമുക്ക് ഈ ഹൈറ്റ് ഓഫ് മാനോമീറ്ററിൽ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ എനർജി ഓഫ് വാട്ടർ അറ്റ് ദാറ്റ് ലെവൽ. ഈ ഒരു ലെവലിലുള്ള വാട്ടറിൻ്റെ എനർജി എത്ര, അതാണ് നമുക്ക് H1 എന്നതുകൊണ്ട് കിട്ടുന്നത്. അതുപോലെ ഇവിടെ ഈ ഒരു ലെവലിലുള്ള വാട്ടറിൻ്റെ ടോട്ടൽ എനർജി എത്ര, അതാണ് H2 ഷോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി? മാനോമീറ്റർ റീഡിങ് കിട്ടി H1ഉം H2. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഓഫ് ഹൈറ്റ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദീസ് 2 മാനോമീറ്റേഴ്സ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടോട്ടൽ എനർജി ഓഫ് വാട്ടർ അറ്റ് ദീസ് 2 ലെവൽസ് അറ്റ് ദ സോയിൽ സാമ്പിൾ. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ? അതായത് ഈ 2 ലെവലിലുള്ള മാനോമീറ്റേഴ്സിൻ്റെ വാട്ടർ ലെവൽ ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ 2 ലെവൽസിൻ്റെ ടോട്ടൽ എനർജി ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് ഡിഫറൻസ് ആണ് അല്ലേ? ഡിഫറൻസ് ഓഫ് ഹൈറ്റ്സ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദീസ് 2 മാനോമീറ്റേഴ്സ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടോട്ടൽ എനർജി ഓഫ് ദ വാട്ടർ അറ്റ് ദീസ് 2 ലെവൽസ് അറ്റ് ദ സോയിൽ സാമ്പിൾ. അപ്പോൾ അത്തരത്തിലൊരു ഡിഫറൻസ് ഇൻ ഹെഡ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഫ്ലോ ഒക്കർ ചെയ്യുന്നത്. അതായത് ഹെഡ് ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫ്ലോ ഒക്കർ ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിഫറൻസ് ഇൻ ഹെഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ആ ഡിഫറൻസ് ഇൻ ഹെഡാണ് എന്ത്? ΔH കൊണ്ട് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. 2 മാനോമീറ്റേഴ്സിൻ്റെ വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ΔH. അപ്പോൾ നോട്ട് ഡൗൺ ദ ഡിഫറൻസ് ഓഫ് ഹെഡ് ഓഫ് ദീസ് 2 മാനോമീറ്റേഴ്സ്. ΔH നമ്മൾ
നോട്ട് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ നോട്ട് ഡൗൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ്. ഈ 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഈ 2 ലെവൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്തു, നോട്ട് ചെയ്ത് വെച്ചു. ഡെൽറ്റ എച്ചും എല്ലും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. നമുക്കറിയാം ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൽ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ എച്ച് ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ് അല്ലേ. ഐ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എൽ. ഈ കേസിൽ നമുക്കത് ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൽ എന്ന് എടുക്കാം. അപ്പോൾ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൽ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡെൽറ്റ എച്ച് അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. അതായത് വി ഷുഡ് മെയിൻറ്റെയിൻ ദ ഡിഫറൻസ് ഇൻ ഹെഡ്. ഡിഫറൻസ് ഇൻ ഹെഡ് മീൻസ് ഡെൽറ്റ എച്ച്. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് വി ക്യാൻ മെയിൻറ്റെയിൻ ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഇൻസൈഡ് ദ സോയിൽ. അപ്പോൾ അത്തരത്തിൽ ഡെൽറ്റ എച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റും, അവിടുത്തെ മീൻസ് ഈ സോയിൽ സാമ്പിളിനകത്തുള്ള ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക ചെയ്യുക. ഡെൽറ്റ എച്ച് കോൺസ്റ്റൻ്റ് ആക്കണം. ഡെൽറ്റ എച്ച് കോൺസ്റ്റൻ്റ് ആയാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റും കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ഡെൽറ്റ എച്ച് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എങ്ങനെയായിരിക്കും നമ്മൾ ഡെൽറ്റ എച്ച് ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കുക? ബൈ കീപ്പിംഗ് ദ ഹെഡ് ഓഫ് ദ വാട്ടർ റിസർവോയർ കോൺസ്റ്റൻറ്റ്. അതായത് ഈ കോൺസ്റ്റൻറ്റ് ഹെഡ് റിസർവോയറിലുള്ള വാട്ടറിൻ്റെ ഹെഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഡെൽറ്റ എച്ച് കോൺസ്റ്റൻ്റ് ആക്കുക. അങ്ങനെ ഡെൽറ്റ എച്ച് കോൺസ്റ്റൻ്റ് ആയാൽ ഐ വാല്യൂം നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. സോ വി ഷുഡ് മെയിൻറ്റെയിൻ ദ ഡിഫറൻസ് ഇൻ ഹെഡ്, അതായത് ഡെൽറ്റ എച്ച് ഇൻ ദ മാനോമീറ്റേഴ്സ്, സോ ദാറ്റ് വി ക്യാൻ മെയിൻറ്റെയിൻ ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഇൻസൈഡ് by keeping the head of the water reservoir constant. റിസർവോയറിലുള്ള വാട്ടർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യും? താഴെ ഒരു ഗ്രാജുവേറ്റഡ് ജാറ് പ്ലേസ് ചെയ്യും. പ്ലേസ് എ ഗ്രാജുവേറ്റഡ് ജാർ അറ്റ് ദ ഔട്ട്ലെറ്റ് ടു കളക്ട് ദ വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് ദ സാമ്പിൾ. സാമ്പിളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാട്ടർ കളക്ട് ചെയ്യാനായിട്ടൊരു ഗ്രാജുവേറ്റഡ് ജാർ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു സ്റ്റോപ്പ് വാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റോപ്പ് വാച്ച് ഈ സ്റ്റാർട്ടഡ്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാജുവേറ്റഡ് ജാറിൽ എത്രമാത്രം വെള്ളം ഉണ്ടെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഒരു പെർട്ടിക്കുലർ ടൈം ടി കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ഇവിടെ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വി കളക്ട് ദ വാട്ടർ ഇൻ ദ ജാർ ഫോർ എ ഫിക്സഡ് ടൈം. ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവൽ ടി. നമുക്ക് പറയാം ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവൽ ടി സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ഇവിടെ കളക്ട് ചെയ്യും. വി കളക്ട് ദ വാട്ടർ ഇൻ ദ ജാർ ഫോർ എ ഫിക്സഡ് ടൈം ഇൻ്റർവൽ ടി. ഓക്കെ, ആൻഡ് നോട്ട് ഡൗൺ ദ എമൗണ്ട് ഓഫ് വാട്ടർ കളക്റ്റഡ്. അങ്ങനെ എത്രമാത്രം വാട്ടർ ഇവിടെ കളക്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. അതാണെന്ത്? വി. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രമാത്രം വാട്ടർ നമ്മൾ കളക്ട് ചെയ്തു. ദ എമൗണ്ട് ഓഫ് വാട്ടർ കളക്റ്റഡ് ആണ് ക്യാപിറ്റൽ ലെറ്റർ വി. നൗ അപ്ലൈ ഡാർസീസ് ലോ. ഡാർസീസ് ലോ എന്തായിരുന്നു? ക്യൂ ഈസ് ഈക്വൽ ടു കെ ഐ എ. അതുപോലെ രണ്ട് വാല്യൂസ് നമുക്കിവിടെ കിട്ടി. ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ ജാർ ഫോർ ദ ടൈം ഇൻ്റർവൽ ടി. അപ്പോൾ ടിയും വിയും അറിയാം, വോളിയവും ടൈമും അറിയാമെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ക്യൂ ഈസ് ഈക്വൽ ടു എന്താ? വി ഡിവൈഡഡ് ബൈ ടി ആണ്. അപ്പോൾ വി ബൈ ടി ആണെന്ത്? ഡിസ്ചാർജ്. വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഡിസ്ചാർജ്. അപ്പോൾ ഡിസ്ചാർജ് വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഐ എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് എച്ചിന് ഡെൽറ്റ എച്ച് എന്നായിരുന്നു അല്ലേ. അതുകൊണ്ട് ഡെൽറ്റ എച്ച് ബൈ എൽ ആണ് എന്ത്? ഇവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. എച്ച് ബൈ എൽ ആണ്. നമ്മളിവിടെ ആ എച്ചിനെ ഡെൽറ്റ എച്ച് എന്നാണ് നമ്മുടെ ഫിഗറിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൽ എന്ന് ഇവിടെ എടുത്ത് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ചും അറിയാം, എല്ലും അറിയാം. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റും കിട്ടി. ഇനി വേറെ ഏതെങ്കിലും വാല്യൂ നമുക്കിവിടെ കിട്ടുമോ? സപ്പോസ് ഡയമീറ്റർ, ഇൻറ്റേർണൽ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഡി. നമ്മുടെ മൗൾഡിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ ഡി ആണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ, ഇൻറ്റേർണൽ ഏരിയ. എങ്ങനെ? ബൈ യൂസിങ് ദ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 അല്ലേ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തും കിട്ടി? ഏരിയ കിട്ടി. ഇനി അൺനോൺ ആയിട്ടുള്ള ഒരൊറ്റ വാല്യൂ മാത്രമല്ലേ ഉള്ളൂ? അതെ, കണ്ടുപിടിക്കാൻ പറ്റില്ലേ?
കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. Q ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എ. ഇങ്ങനെ എഴുതിക്കൂടെ? I ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൽ. അത് നിങ്ങൾക്ക് എച്ച് ബൈ എൽ എന്നും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാം? കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി K ഈസ് ഈക്വൽ ടു ക്യൂ എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എച്ച് ഇൻറ്റു എ. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലുള്ള ഓരോ ടേംസും നമുക്ക് അറിയുന്നതാണ്. K എന്ന് വെച്ചാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി. L ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ. ഡെൽറ്റ എച്ച് ഈസ് ദ ഹെഡ് കോസിംഗ് ഫ്ലോ ആൻഡ് A ഈസ് ദ ഇൻറ്റേർണൽ ഏരിയ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യേണ്ടത് യൂസിങ് ഏത് ടെസ്റ്റ്? കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്.